Hello everyone, welcome back to LearnWise Plus 2. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. നമ്മളുടെ ഏപ്രിൽ 2025 എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനുള്ള ഹാപ്പി ന്യൂസ് ആണ്. നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. തിയറിന്റെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ പ്രാക്ടിക്കൽസിന്റെ ഡേറ്റ് ഷീറ്റ് വന്നു കഴിഞ്ഞു. പ്രാക്ടിക്കൽ എക്സാം തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ തിയറിന്റെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഏപ്രിൽ മെയ് 2025 എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കാൻ. നമുക്ക് ഡേറ്റ് ഷീറ്റിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഡേറ്റ് ഷീറ്റ് നോക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മളുടെ NIOS ഡേറ്റ് ഷീറ്റ് എന്ന് നമ്മൾ ഡേറ്റ് ഷീറ്റ് 2025 ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫസ്റ്റ് തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOSന്റെ നോട്ടിഫിക്കേഷൻസ് വന്ന് കാണാം. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നോട്ടിഫിക്കേഷൻ കാണാം. ഡേറ്റ് ചെയ്തിട്ടുണ്ട് റിഗാർഡിംഗ് ഡേറ്റ് ഷീറ്റ് ഓഫ് NIOS പബ്ലിക് എക്സാം ഏപ്രിൽ മെയ് 2025. അപ്പൊ അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നമ്മളുടെ ഡേറ്റ് ഷീറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡറിനെയും സീനിയർ സെക്കൻഡറിനെയും വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, സെക്കൻഡറി പറഞ്ഞ 10th ക്ലാസ്സിനും അതുപോലെ സീനിയർ സെക്കൻഡറി പറഞ്ഞ 12th ക്ലാസ്സിനും. ഓക്കെ, തിയറി എക്സാമിനേഷൻ ഓഫ് ഏപ്രിൽ 2025. നമുക്കവിടെ നോക്കിയാൽ കാണാം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 9th ഏപ്രിലാണ്. ആൻഡ് നമ്മുടെ ഇംഗ്ലീഷ് മലയാളം സബ്ജക്ട് നോക്കുന്നവര് ശ്രദ്ധിക്കുക, മലയാളം 343 കോഡ് വരുന്ന നമ്മുടെ ഫസ്റ്റ് എക്സാം വരുന്നത് 21st ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇംഗ്ലീഷ് 302 കോഡ് വരുന്നത് 22nd ഏപ്രിലാണ്. പിന്നെ അതിനുശേഷം നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കോഡും അതുപോലെ ഡേറ്റും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ ഓരോ എക്സാമിന്റെ ടൈമിങ്സും അവരുടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 19th മെയ് ആണ്. സൈക്കോളജി ആണ് 19th മെയ്യില് വരുന്നത്. ഓക്കെ, സോ എല്ലാവരും സുഖമായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഇവിടെ നടക്കുന്ന എക്സാമിൻ്റെതാണ് ഇവിടെ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. ഫോർ ഓൾ ഇന്ത്യൻ എക്സാമിനേഷൻ ഇന്ത്യയിലുള്ള എക്സാമിനേഷൻ സെന്ററിന്റെ ടൈം ടേബിളും ടൈമിംഗും ആണിത്. നമ്മൾ താഴേക്ക് പോയി നമുക്ക് ഓവർസീസ് ഉള്ള ടൈം ടേബിളും അവർ കൊടുത്തിട്ടുണ്ട്. ഫോർ ഓവർസീസ് എക്സാം സെന്റേഴ്സ് അവർക്കും ഇതേപോലെ 9th തന്നെ സ്റ്റാർട്ട് ചെയ്യും. അവരുടെ കാര്യങ്ങളും ടൈം ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓവർസീസ് എക്സാം എഴുതുന്നവര് ഇത് ചെക്ക് ചെയ്യാം. ഇന്ത്യൻ എക്സാം സെന്റേഴ്സിൽ പ്രിപ്പയർ ചെയ്ത് എഴുതുന്നവര് ഈ ഒരു ഫസ്റ്റ് ടൈം ടേബിൾ ആണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ എല്ലാ സ്റ്റുഡൻസും നല്ലോണം പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് ടൈമും കൂടി ഉള്ളൂ. തകർത്ത് പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റിവൈസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഹാൾ ടിക്കറ്റ് ഒരു മാർച്ച് 20th 22nd ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മാർച്ച് 20th നമ്മുടെ ഹാൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ സ്റ്റഡി സെന്റർ എവിടെയാണ്, എക്സാം സെന്റർ എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഫസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, LearnWise Plus 2 എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. സോ ദാറ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആ ന്യൂസ് നിങ്ങൾക്ക് വേഗം അറിയാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അതേപോലെ NIOS Plus 2 എക്സാം എഴുതാൻ താല്പര്യമുള്ള എല്ലാ സ്റ്റുഡൻസും LearnWise നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ഏപ്രിൽ 2026 അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. എല്ലാവരും വേഗം തന്നെ LearnWise ജോയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ്, അതുപോലെ ലൈവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ്, മെന്റർഷിപ്പ് സപ്പോർട്ട്, അതുപോലെ TMA, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലൂടെ നിങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. Okay, so that's it. All the best for all the learners. Thank you. Bye bye.